വെൽക്കം ബാക്ക്. ഇന്നൊരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഇറച്ചിച്ചോറ് റെസിപ്പിയാണ്. അതിന് വേണ്ടി കുക്കറിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, സവാള വഴറ്റി കൊടുക്കുക. സവാള വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് പൊടികളെല്ലാം ചേർത്തെടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായി വെന്തുടഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് മല്ലിയില പുതിനയില ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും പുതിനയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇറച്ചീനെ വേവിച്ചെടുക്കുക. ഇറച്ചി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രേവിയിൽ നിന്ന് നമുക്ക് ഈ ഇറച്ചീനെ കോരി മാറ്റി വെച്ച് കൊടുക്കണേ. കോരി മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഗ്രേവിയിൽ വേണം നമുക്ക് അരി വേവിച്ചെടുക്കാനായിട്ട്. അതിനുവേണ്ടി ഇറച്ചി മാറ്റി വെച്ച് കൊടുക്കുക, കോരി മാറ്റി വെക്കുക. ഇനി നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ചട്ടിയിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക, പെരുംജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. അരിയിലേക്ക് നമ്മൾ ഇറച്ചി വേവിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ബാക്കി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള ഇതിലാണ് വെച്ചിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റുള്ള ഇറച്ചി ചോറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.